ആദി ഇടയ്ക്കിടെ ഓഫീസിൽ വരികയും ആയുഷിനോടും അളകയോടും സംസാരിക്കുന്നതും പതിവായി. മെല്ലെ മെല്ലെ അളകയുടെ മനസ്സിൽ നിന്നും ആദിയോടുള്ള വിരോധം മാറുകയും പഴയതുപോലെയുള്ള സ്നേഹം തിരിച്ചു വരികയും ചെയ്തു. കാലം മായ്ക്കാത്ത മുറിവുകളില്ലല്ലോ. ആയുഷിനും ഇപ്പോൾ ആദി പ്രിയപ്പെട്ടവൻ തന്നെ. പാർത്ഥസാരഥിയോടുള്ള ദേഷ്യം മൂലം ആദി അയാൾക്ക് വേണ്ടി ഒരു വക്കീലിനെ വയ്ക്കാൻ പോലും തയ്യാറായില്ല. സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച മനുഷ്യൻ, അയാൾ അങ്ങനെ ഒടുങ്ങിത്തീരട്ടെ. അതായിരുന്നു ആയുഷിനോടുള്ള അവൻ്റെ മറുപടി. ആയുഷ് അതിനെ തിരുത്താനും പോയില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ തീരൂ, അതിലൊരു തർക്കവുമില്ല. വേണുവിൻ്റെ അഭാവത്തിൽ ഓഫീസ് കാര്യങ്ങൾ നോക്കാൻ ആയുഷിന് കുറച്ച് ബുദ്ധിമുട്ട് വന്നു. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആ പോസ്റ്റിലേക്ക് വേണു വരുന്നതുവരെ നിൽക്കാൻ കഴിയുമോ എന്ന് ആയുഷ് ആദിയോട് ചോദിച്ചു. മറ്റുള്ള കമ്പനികളിൽ വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവനെ കൊണ്ട് അത് കഴിയുമെന്ന് ആയുഷിന് അറിയാമായിരുന്നു. ആദിക്കും അതിന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അതോടുകൂടി അളകയും ആദിയും തമ്മിലുള്ള ആത്മബന്ധം ഒന്നുകൂടി വളർന്നു. ആമിയുടെ പ്രാക്ടീസ് എറണാകുളത്ത് തന്നെ ആയതിനാൽ അവൾ എന്നും പോയി വരിക പതിവായി. കാറിൽ സ്വയം ഡ്രൈവ് ചെയ്താണ് അവൾ എന്നും എറണാകുളത്ത് പോയിരുന്നത്. ദത്തന് കുറേയേറെ ഭേദം വന്നു എന്ന അറിവിൽ ഒരാഴ്ചയായി ജോൺ സാമുവലും ഇപ്പോൾ പ്രകൃതി ഗ്രാമത്തിലാണ്. ഷുഗർ ലെവൽ നോർമൽ ആയതിനാൽ ജോണും വളരെ സന്തോഷത്തിലാണ്. എന്തായാലും ചിട്ടയായ ആ ഭക്ഷണ രീതി തുടർന്നു കൊണ്ടുപോകാൻ അയാളും തീരുമാനിച്ചു. മരുന്ന് വാങ്ങുന്ന പൈസ വേണ്ടിവരില്ലല്ലോ പച്ചക്കറികൾ വാങ്ങാൻ. ജോണിനെ നോക്കുന്ന ദത്തൻ്റെ മിഴികളിൽ ഇപ്പോൾ ആസുരഭാവമില്ല. പിന്നെന്തു ഭാവമാണ് എന്ന് ചോദിച്ചാൽ അതൊട്ടും മനസ്സിലാകുന്നുമില്ല. വേറെ മുറിയിലാണ് ജോൺ കിടക്കുന്നത് എങ്കിലും കൂടുതൽ നേരം ദത്തൻ്റെ മുറിയിൽ തന്നെയായിരിക്കും. വേണുവും ജോണും തമ്മിൽ കളിയും ചിരിയും ബഹളവുമായിരിക്കും റൂമിൽ. ഇടയ്ക്ക് ചിലപ്പോൾ അടുത്ത റൂമിൽ ഉള്ളവരും വരും. ദത്തൻ വളരെ സന്തോഷത്തോടെ അതെല്ലാം ആസ്വദിക്കാൻ തുടങ്ങി. ദത്തൻ്റെ ഉള്ളിലെ മൃഗം പതിയെ പതിയെ ഇറങ്ങിപ്പോകുന്നത് അയാൾ സ്വയം അറിയുന്നുണ്ടായിരുന്നു. വീൽ ചെയറിൽ ഇരുത്തി വേണു ദത്തനെ അവിടെയെല്ലാം കൊണ്ടു നടക്കുമായിരുന്നു. ഓരോ റൂമിലെ രോഗികളെയും ആ യാത്രയിൽ കണ്ടുമുട്ടും. അവരുടെയെല്ലാം സന്തോഷവും കുശലാന്വേഷണവും കാണുമ്പോൾ ദത്തൻ്റെ ഉള്ളിലും ആനന്ദം നിറയും. ഇതുവരെ ജീവിച്ച ജീവിതം ഒന്നുമല്ലായിരുന്നു എന്ന് ഈ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ ദത്തന് മനസ്സിലായി. 1.5 മാസത്തിന് ശേഷം ദത്തൻ ഇന്ന് തറവാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. വീൽ ചെയറിലാണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ദത്തൻ സന്തോഷവാനാണ്. ഒരാളുടെ ചെറിയ കൈത്താങ് ഉണ്ടായാൽ മതി. ദത്തൻ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ അയാളുടെ കാര്യങ്ങൾ ചെയ്യാൻ ശീലിച്ചു. സത്യം പറഞ്ഞാൽ ദത്തൻ ആ ഹോസ്പിറ്റൽ വിട്ടുപോകാൻ ഇത്തിരി സങ്കടമുണ്ടായിരുന്നു. അവിടെയുള്ള ഡോക്ടർമാരും നഴ്സുമാരും ചികിത്സയ്ക്കായി വന്നിട്ടുള്ള പേഷ്യൻസും മറ്റുള്ള ജീവനക്കാരും എല്ലാവരും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ദത്തൻ്റെയും വേണുവിൻ്റെയും ജോണിൻ്റെയും മനസ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഡിസ്ചാർജ് എഴുതുന്ന സമയം ഡോക്ടറുടെ വക നല്ലൊരു ഉപദേശമുണ്ടായിരുന്നു ദത്തന്. കൊണ്ടുപോകാൻ ആയുഷ് വരാമെന്ന് പറഞ്ഞെങ്കിലും ജോൺ സമ്മതിച്ചില്ല. കാരണം അയാളുടെ കാർ അവിടെ ഉണ്ടെന്നുള്ളത് തന്നെ. അപ്പോൾ പിന്നെ 3 പേർക്കും അതിൽ പോയാൽ മതിയല്ലോ. രാവിലെ 8 മണിക്ക് തന്നെ അവർ അവിടെ നിന്നും ഇറങ്ങി. വഴിയിൽ വല്ലാതെ ബ്ലോക്കൊന്നും ഇല്ലാത്തതിനാൽ 11-11:30 ഉള്ളിൽ അവർ വലിയമംഗലം തറവാട്ടിലെത്തി. തറവാട്ടിൻ്റെ പൂമുഖത്ത് ആമി ഒഴികെയുള്ളവരെല്ലാം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കാറിൽ നിന്നും വീൽ ചെയറിലേക്ക് വേണുവും ജോണും കൂടിയാണ് ദത്തനെ ഇടത്തിരുത്തിയത്. കഴുത്തിന് താഴെ തളർന്ന അവസ്ഥയിൽ ഇവിടെ നിന്നും പോയ ആൾ ഊർജ്ജസ്വലതയോടെ വീൽ ചെയറിൽ ഇരുന്നു വരുന്നത് കണ്ട് ഇന്ദിരയുടെ കണ്ണുകൾ നിറഞ്ഞു. വീട്ടിനുള്ളിലെ സർവൻസ് മുഴുവൻ പൂമുഖത്തുണ്ടായിരുന്നു. അവർക്കും ആ കാഴ്ച അതിശയമുള്ളത് തന്നെയായിരുന്നു. പൂമുഖത്തേക്കും പൂമുഖത്തു നിന്ന് ഹാളിലേക്കും ആയുഷും ജോണും വേണുവും കൂടി വീൽ ചെയർ ഉയർത്തിയാണ് വെച്ചത്. അവിടെ നിന്നും പതിയെ ദത്തൻ്റെ റൂമിലേക്ക് വേണു വീൽ ചെയർ ഉരുട്ടി. ദത്തൻ പെട്ടെന്ന് ലക്ഷ്മിക്കുട്ടിയമ്മയുടെ റൂമിന് നേർക്ക് വിരൽ ചൂണ്ടി. മുത്തശ്ശിയെ കാണാൻ അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആയുഷിന് അന്നേരം മനസ്സിലായി. വേണുവിനെ മാറ്റിക്കൊണ്ട് ആയുഷ് വീൽ ചെയർ മുത്തശ്ശിയുടെ റൂമിന് നേർക്ക് തിരിച്ചു. ചെറിയൊരു മയക്കത്തിലായിരുന്ന ലക്ഷ്മിക്കുട്ടിയമ്മയുടെ ബെഡിനരികിലേക്ക് അവൻ വീൽ ചെയർ അടുപ്പിച്ചു. ചെറിയൊരു മയക്കത്തിലായിരുന്നതുകൊണ്ട് ലക്ഷ്മിക്കുട്ടിയമ്മ ഇതൊന്നും അറിഞ്ഞതേയില്ല. ആയുഷ് മുത്തശ്ശിയുടെ ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് അവരെ തൊട്ട് വിളിച്ചു. പതിയെ കണ്ണു തുറന്ന അവർ മുന്നിലെ കാഴ്ച കണ്ട് ഒരു നിമിഷം സ്തംഭിച്ചുപോയി. ഒന്നും മനസ്സിലാകാത്തതുപോലെ അവർ വീൽ ചെയറിലിരിക്കുന്ന ദത്തനെ നോക്കി. എന്താ പറ്റിയത്? അവർ വേവലാതിയോടുകൂടി ചോദിച്ചു. പിന്നെ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ആയുഷ് അവരെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി. മുത്തശ്ശി അറിയാത്തൊരു കാര്യമുണ്ട് അച്ഛന്. സുഖമില്ലായിരുന്നു. അതാണ് ഇത്രയും നാളും മുത്തശ്ശിയുടെ അടുത്തേക്ക് അച്ഛൻ വരാതിരുന്നത്. അപ്പോഴും ഒന്നും മനസ്സിലാവാതെ അവരുടെ മിഴികൾ വീൽ ചെയറിലേക്കും ദത്തനിലേക്കും മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അതോടെ ആയുഷ് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം മുത്തശ്ശിയെ പറഞ്ഞു മനസ്സിലാക്കി. ആ വൃദ്ധ നയനങ്ങളിൽ നിന്നും കണ്ണുനീർ ഉറപൊട്ടി. നേരിയൊരു പുഞ്ചിരിയോടെ അയാൾ അമ്മയുടെ ശുഷ്കിച്ച കരതലം പിടിച്ചമർത്തി.
കുറച്ചുനേരം അവിടെ ഇരുന്നതിന് ശേഷം അയാളെ റൂമിലേക്ക് കൊണ്ടുപോയി. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ലാതെ ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം പോലും ആമി ദത്തൻ്റെ അരികിലേക്ക് ചെല്ലുകയുണ്ടായില്ല. ദത്തന് ആമിയെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കടലാസിൽ എഴുതിയ ആ വിവരം അയാൾ വേണുവിനെ അറിയിക്കുകയും ചെയ്തു. അയാൾ എൻ്റെ ഏട്ടനല്ല, എൻ്റെ ഏട്ടൻ മരിച്ചുപോയി. അതായിരുന്നു വേണുവിനോടുള്ള ആമിയുടെ മറുപടി. ദത്തൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇന്ദിര തന്നെയാണ്. രണ്ടുപേരുടെ സഹായം ആവശ്യമില്ലാത്തതുകൊണ്ട് വേണു ഇപ്പോൾ ഓഫീസിൽ പോയി തുടങ്ങി. വേണു ഓഫീസിൽ എത്തിത്തുടങ്ങിയതോടെ ആദിയുടെ പോസ്റ്റ് മാനേജർ തസ്തികയിലേക്ക് ഉയർന്നു. എല്ലാ കാര്യത്തിലും ആദിയുടെ പ്രസൻസ് വന്നതോടെ ഓഫീസ് പ്രവർത്തനങ്ങൾക്കെല്ലാം ചൂടുപിടിച്ചു. കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ ആമി ആയതിനാൽ ഇടയ്ക്കിടയ്ക്ക് അവർ ഓഫീസിൽ എത്തുക പതിവായിരുന്നു. ആമിയെയും അളകയെയും ഒന്നിച്ചു കാണുന്നത് ആ ഓഫീസിലുള്ളവർക്ക് ഒരു അത്ഭുതകരമായ കാഴ്ചയായിരുന്നു. ഓഫീസിൽ ആമിയെ നേർക്കുനേരെ കാണുന്ന നിമിഷത്തിൽ പോലും അളക അവരുടെ മുഖത്തേക്ക് നോക്കിയതേയില്ല. അവളിൽ നിന്നുള്ള അവഗണന ആമിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എങ്കിലും ഇത് താൻ അർഹിക്കുന്നതാണ് എന്ന തിരിച്ചറിവുണ്ടായിരുന്നു അവർക്ക്. ഇടയ്ക്കൊരു ദിവസം ദത്തൻ വേണുവിനോട് ജോണിനെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് അറിയിച്ചതിനെ തുടർന്ന് ജോൺ വലിയമംഗലം തറവാട്ടിലേക്ക് എത്തി. ജോണിനോട് ആദ്യ കാഴ്ചയിലെ സമീപനമായിരുന്നില്ല ഇന്ദിരയ്ക്ക്. നിറഞ്ഞ സന്തോഷത്തോടെയാണ് അന്നവർ അദ്ദേഹത്തെ സ്വീകരിച്ചത്. ദത്തൻ്റെ മുഖത്തും ജോണിനെ കണ്ടപ്പോൾ ഒരു പ്രകാശമുണ്ടായി. വീൽ ചെയറിലിരിക്കുന്ന ദത്തൻ്റെ അരികിലേക്ക് കസേര വലിച്ചിട്ട് ജോൺ ഇരുന്നു. എന്തിനാണ് വേണുവിനോട് എന്നെ കാണണമെന്ന് പറഞ്ഞയച്ചത്? ദത്തൻ തൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും 4 മടക്കിയ ഒരു കടലാസ് എടുത്തിട്ട് ജോണിന് കൊടുത്തു. ജോൺ സംശയം നിറഞ്ഞ കണ്ണുകളോടെ അത് തുറന്നു നോക്കി. അതിലെ അന്തസത്ത ഇതായിരുന്നു: എത്രയും വേഗം ആമിയെ കൂടെ കൂട്ടുക, അളകയെ ആയുഷിൻ്റെ കൂടെ തിരിച്ചയക്കുക, പിന്നെ വേണുവിൻ്റെയും ജൂലിയുടെയും കല്യാണം നടത്താൻ എന്താണെന്ന് വെച്ചാൽ മുൻകൈയെടുത്ത് ചെയ്യുക. ഇത്രയും വിവരങ്ങളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. മുഴുവൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ജോൺ ദത്തൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഇത്രമാത്രം മാറുമോ എന്ന അതിശയമായിരുന്നു ജോണിന്. കുറച്ചുനേരം അവിടെ ചിലവഴിച്ചതിന് ശേഷം ജോൺ ദത്തനോട് യാത്ര പറഞ്ഞിറങ്ങി. എനിക്ക് ആമിയെ ഒന്ന് കാണണമായിരുന്നു. ഹാളിൽ നിൽക്കുകയായിരുന്ന ഇന്ദിരയോട് അയാൾ പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് വരാം. അവർ മുന്നോട്ട് നടന്നതും അയാൾ പിന്നിൽ നിന്നും വിളിച്ചു. റൂം പറഞ്ഞു തന്നാൽ മതി, ഞാൻ ചെന്ന് കണ്ടോളാം. അതോടെ ഇന്ദിര ആമിയുടെ റൂമിന് നേർക്ക് കൈ ചൂണ്ടി കാണിച്ചു. അടഞ്ഞ വാതിലിൽ ഒന്ന് തട്ടിയതിനു ശേഷം ജോൺ റൂമിലേക്ക് കയറി ചെന്നു. കസേരയിൽ ഇരുന്നു കൊണ്ട് മേശയിൽ നിവർത്തിവെച്ച പുസ്തകത്തിലേക്ക് തലവെച്ച് കിടക്കുകയായിരുന്നു ആമി. അഴിച്ചിട്ട മുടി ആ മേശപ്പുറത്ത് പരന്നു കിടപ്പുണ്ട്. ആമി. ജോൺ അവളുടെ മുടിയിൽ പതുക്കെ തലോടിക്കൊണ്ട് വിളിച്ചു. പെട്ടെന്ന് തലയുയർത്തി നോക്കിയ ആമിയുടെ കണ്ണിൽ അത്ഭുതം നിറഞ്ഞു. ഇച്ചായൻ ഇവിടെ? അവൾ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. ഇതെൻ്റെ ഭാര്യ വീടല്ലേ, ഇവിടെ എനിക്ക് വരാൻ പാടില്ലേ? അയാൾ ഒരു കുസൃതി ചിരിയോടെ ചോദിച്ചു. ഏട്ടൻ, ഏട്ടത്തി? ആമിയുടെ മുഖത്തെ വെപ്രാളം കണ്ട് ജോൺ ഉറക്കെ ചിരിച്ചു. നീ വരുന്നില്ലേ? ഞാൻ കൊണ്ടുപോകാൻ വന്നതാണ്. പിന്നെ കൊണ്ടുപോകാൻ വരുന്നു. ഇച്ചായൻ വേഗം ഈ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയേ. ഏട്ടത്തി എങ്ങാനും കണ്ടിട്ട് വന്നാൽ അത് മതി. നിനക്ക് പേടിയുണ്ടോ? അതിന് മറുപടി പറയാതെ അവൾ അയാളെ രൂക്ഷമായി നോക്കി. പേടിയുണ്ടല്ലേ? എന്നാൽ എനിക്ക് പേടിയില്ല, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുക്ക്, നമുക്കിറങ്ങാം. ഞാൻ വരില്ല. അത് പറയുമ്പോൾ അവളുടെ മുഖം താഴ്ന്നു പോയിരുന്നു. ഇനി എന്താ പ്രശ്നം? ഏട്ടന് കിടക്കുന്ന അവസ്ഥയിൽ നിന്നും ഇത്രയും മാറ്റം വന്നില്ലേ? ഇതിൽ കൂടുതലൊന്നും ഇനി പ്രതീക്ഷിക്കണ്ട. നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. അവൾ ജോണിൻ്റെ മിഴികളിലേക്ക് നോക്കി നിന്നു. എൻ്റെ മനസ്സും വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ഇച്ചായൻ്റെ കൂടെയുള്ള ജീവിതം. എന്നാൽ മനസ്സെന്നെ പിന്നിലേക്ക് വലിക്കുന്നു. അതെന്തിന്? ഞാൻ അന്ന് മൈസൂരിലെ റിസോർട്ടിൽ... ജോൺ പെട്ടെന്ന് അവളുടെ വായ് പൊത്തി. ബാക്കി നീ പറയണമെന്നില്ല. എൻ്റെ പ്രണയത്തിൻ്റെ തൃപ്തി വരാതെ മറ്റു പുരുഷന്മാരെ തേടി പോയവളല്ലല്ലോ നീ. അത് ചെയ്യിച്ചവനെ നിനക്ക് തോന്നുന്ന തരത്തിൽ ശിക്ഷിക്കുകയും ചെയ്തു. ഇനി നമ്മുടെ ജീവിതത്തിൽ ആ ടോപ്പിക്ക് ഒരിക്കലും കടന്നു വരാൻ പാടില്ല. നിന്റെ മനസ്സിൽ നിന്നും അത് എന്നേക്കുമായി എടുത്തു കളഞ്ഞിരിക്കണം, കേട്ടല്ലോ? അവളുടെ നീർമൊഴികളിലേക്ക് നോക്കിയാണ് ജോൺ അത്രയും പറഞ്ഞത്. അതൊക്കെ മറന്നു കളയാൻ ശ്രമിച്ചാലും എൻ്റെ മോൾ, അവൾക്കെന്നോട് വെറുപ്പല്ലേ? അത് മാറട്ടെ, എന്നിട്ടാവാം. നിനക്കെന്താ ആമി? അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ നിങ്ങൾ തമ്മിലുള്ളൂ. നീ എൻ്റെ കൂടെ വന്നാൽ നിങ്ങൾ തമ്മിലുള്ള പിണക്കം ഞാൻ ഇന്ന് തന്നെ തീർത്തു തരാം. ജോൺ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു. ആദ്യം മോളും ഞാനും തമ്മിലുള്ള പിണക്കം മാറട്ടെ, അതിനുശേഷം അങ്ങോട്ട് വരുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഓക്കെ, ഇനി ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാൽ മോൾക്കൊരു കുഞ്ഞുണ്ടാവട്ടെ, അതിനുശേഷമാവാം എന്നെങ്ങാനും പറയുമോ? ചുണ്ടിൽ ഒരു കുസൃതി ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ജോണിൻ്റെ ചോദ്യം.
ദേ ചായ കളിയാക്കുന്നോ? എനിക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അത് കേട്ടതും ജോൺ ഉറക്കെ ചിരിച്ചു. ആ സമയത്താണ് ജോണിന്റെ പോക്കറ്റിൽ കിടന്ന മൊബൈൽ ശബ്ദിച്ചത്. എടുത്തു നോക്കുമ്പോൾ ആയുഷാണ്. എന്താ അച്ചു? ഫോൺ എടുത്തതും ജോൺ ചോദിച്ചു. അപ്പുറത്ത് കേട്ട വാർത്തയിൽ അയാൾ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. എന്താ പെട്ടെന്നിങ്ങനെ വരാൻ? നീ ടെൻഷൻ അടിക്കാതെ, ഞാനിതാ എത്തി. അയാൾ ഫോൺ പോക്കറ്റിൽ വെച്ചുകൊണ്ട് ധൃതിയിൽ വാതിലിന് നേർക്ക് നടന്നു. എന്തിനാണ് ഈ ചായനെ അച്ചു വിളിച്ചത്? എന്നോട് പറയ്. വാതിലിനടുത്തെത്തിയ ജോണിന്റെ അരികിലേക്ക് ഓടിയെത്തി അയാളുടെ കൈ പിടിച്ചു നിർത്തി ആമി. ഒന്നുമില്ല ആമി, മോളെന്തോ ഓഫീസിൽ തല കറങ്ങി വീണത്രേ. അച്ചു അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഞാൻ വേഗം ചെല്ലട്ടെ. അതും പറഞ്ഞുകൊണ്ട് അയാൾ ഓടി പൂമുഖപ്പടി ഇറങ്ങി. ഞാനും വരുന്നു ചായ. ഇട്ട ഡ്രസ്സ് പോലും മാറാതെ, വീട്ടിൽ ആരോടും ഒരു വാക്ക് പോലും പറയാതെ ആമി ജോണിന്റെ കൂടെ കാറിൽ കയറി. ഹോസ്പിറ്റൽ. അളകയെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ ആയുഷിനെ ഉള്ളിലേക്ക് വിളിപ്പിച്ചു. ആയുഷ് ടെൻഷനോടെയാണ് അകത്തേക്ക് ചെന്നത്. മുഖം നിറയെ പരിഭ്രമവുമായി കയറി വരുന്ന ചെറുപ്പക്കാരനെ സാഗൂതം നോക്കിയിരുന്നു ഡോക്ടർ. ഡോക്ടറുടെ മുന്നിലുള്ള ചെയറിൽ ഇരിക്കുമ്പോഴും ആയുഷിന്റെ മിഴികൾ അളകയെ തേടുന്നുണ്ടായിരുന്നു. എന്നാൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന ഡോക്ടറെ അവനൊട്ട് ശ്രദ്ധിച്ചതുമില്ല. ഡോക്ടർ രണ്ട് കൈയും മേശയിലേക്ക് ചേർത്ത് വെച്ച് മുന്നോട്ടൊന്ന് ആഞ്ഞിരുന്നു കൊണ്ട് അവന്റെ നേർക്ക് നോക്കി കൈഞ്ഞൊടിച്ചു. ആയുഷ് പെട്ടെന്ന് ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന സുന്ദരിയായ ഡോക്ടർ. തിരയുന്നയാൾ ഇപ്പോൾ വരും, അകത്തുണ്ട്. ഡോക്ടർ, നന്ദയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആയുഷ് ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അളകനെന്താ വരട്ടെ, അതിനുശേഷം കുഴപ്പങ്ങൾ എന്താണെങ്കിലും പറയാം. ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് താങ്കൾ ഉത്തരം പറയണം. ഡോക്ടർ ചോദിക്കൂ. ആയുഷ് കൃഷ്ണ എന്നല്ലേ പേര്? യെസ്, ഐ ആം ആയുഷ് കൃഷ്ണ. എന്നെ ഓർമ്മയുണ്ടോ? എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ട്? ആയുഷ് ഡോക്ടറുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. വെളുത്ത് കൊല്ലുന്നനെയുള്ള സുന്ദരി, ഒറ്റനോട്ടത്തിൽ ആരും ഒന്ന് നോക്കിപ്പോകുന്ന ആകാരവടിവ്, കണ്ണെഴുതിയ നീൾമിഴികൾ, തോളൊപ്പം കിടക്കുന്ന ക്രോപ്പ് ചെയ്ത മുടി, ഷാമ്പൂ വിട്ട മുടിയിഴകൾ ഫാനിലെ കാറ്റിനൊപ്പം പാറിക്കളിക്കുന്നുണ്ട്. ആയുഷ് എന്നെ ഓർത്തെടുക്കുകയാണോ, അതോ എൻ്റെ സൗന്ദര്യം അളക്കുകയാണോ? ചുണ്ടിലൊരു ചെറു പുഞ്ചിരിയുമായി ഡോക്ടർ ചോദിച്ചു. അല്ല, ഞാൻ ഓർത്തു നോക്കുകയായിരുന്നു. അവൻ്റെ വാക്കുകളിലെ പരിഭ്രമം കണ്ടതും അവർ വീണ്ടും ചിരിച്ചു. ഞാൻ എലിസബത്ത്. +1 +2 നമ്മൾ ഒരുമിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ എൻ്റെ ക്ലാസ്മേറ്റിന്? ഒരു നിമിഷം ആയുഷ് വാ തുറന്നിരുന്നു പോയി. അന്നേരം അവൻ്റെ മനസ്സ് വർഷങ്ങൾക്ക് പിന്നിലേക്ക് ഓടിയിരുന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്ന എലിസബത്തിനെ എലി എന്ന് വിളിച്ച് കളിയാക്കിയിരുന്നു താൻ. എലി എന്ന് വിളിക്കാതെ എന്നെ നിനക്ക് ലിസ എന്ന് വിളിച്ചുകൂടെ എന്ന് കണ്ണു നിറച്ച് പറയുമായിരുന്ന എലിസബത്തിനെ ഒരു നിമിഷം അവൻ മനസ്സിൽ കണ്ടു. അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ അവനറിയാതെ തന്നെ ഒരു പുഞ്ചിരി വിടർന്നു. നീ ഇപ്പോൾ ചിരിച്ചതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ദയവ് ചെയ്ത് ആ പേരിനെ വിളിക്കരുത്. അവൾ അവൻ്റെ നേർക്ക് നോക്കി കൈകൾ കൂപ്പി. അതോടെ ആയുഷ് പൊട്ടിച്ചിരിച്ചു. ആ സമയത്താണ് ഒരു സിസ്റ്ററുടെ അകമ്പടിയോടുകൂടി അളകയുടെ ആഗമനം. അളകയെ കണ്ടതും അവൻ്റെ മുഖം വീണ്ടും വിവർണമായി. അളകനെന്തായിരിക്കൂ? ഡോക്ടർ ആയുഷിൻ്റെ അടുത്ത് കിടന്ന ചെയറിലേക്ക് കൈ ചൂണ്ടി പറഞ്ഞു. അളകനെന്താ, ദിസ് ഈസ് മൈ ഫ്രണ്ട്. ഞങ്ങൾ +1 +2 ഒരുമിച്ചായിരുന്നു. ഡോക്ടർ പറഞ്ഞത് കേട്ട് അളക രണ്ടുപേരെയും നോക്കി മൃദുവായി ചിരിച്ചു. വാട്ട് ഹാപ്പൻഡ് അളകനെന്താ? ആകെ ടെൻഷനാണല്ലോ. സിസ്റ്റർ പേടിപ്പിച്ചോ? ഡോക്ടർ എലിസബത്ത് പുഞ്ചിരിച്ചുകൊണ്ട് അളകയെയും നേഴ്സിനെയും മാറി മാറി നോക്കി. അയ്യോ ഡോക്ടർ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഡോക്ടർ പരിശോധിച്ചിറങ്ങിയപ്പോൾ തുടങ്ങിയ ടെൻഷനാണ്. സിസ്റ്റർ പെട്ടെന്ന് പറഞ്ഞു. ആണോ അളകനെന്താ? എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ആയുഷ് ആശ്വാസരൂപേണ അവളുടെ മുടിയിൽ ഒന്ന് തഴുകി. നന്ദയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആയുഷിന്റെ ചോദ്യം കേട്ട് എലിസബത്ത് ചിരിച്ചു. Easy, had to work hard, struggle just to be me. Had to rise up just so they could see me.